ജോലിക്കൊക്കെ പോകുന്ന അതുപോലെ ബിസിനസ്സൊക്കെ ചെയ്യുന്ന രക്ഷിതാക്കളോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ ജീവിതത്തിനെ കൃത്യമായുള്ളൊരു ചിട്ടയോട് കൂടി കൊണ്ടുപോകണം. എന്നാൽ മാത്രമാണ് നമുക്ക് അൺലിമിറ്റഡായ ഹാപ്പിനെസ് ലൈഫിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഒരു കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളുടെ മെൻ്റൽ ഫിറ്റ്നസ്, അതുപോലെ ഫിസിക്കൽ ഫിറ്റ്നസ്, നിങ്ങളുടെ ഫാമിലി. ഫസ്റ്റ് പ്രയോറിറ്റി ഈ 3 കാര്യങ്ങൾക്ക് നിങ്ങൾ കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനുശേഷമായിരിക്കണം നിങ്ങളുടെ ജോബ്, നിങ്ങളുടെ ബിസിനസ്, നിങ്ങളുടെ കാറ്, അങ്ങനത്തെ നമ്മുടെ ലൈഫിൻ്റെ സെക്കൻഡ് സ്റ്റേജിലുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞ് മൂന്നാമതായിരിക്കണം നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങളുടെ എൻ്റർടൈൻമെൻറ്റ്, മറ്റു പല കാര്യങ്ങൾ നിങ്ങൾ സമയം കൊടുക്കേണ്ടതെന്നുള്ളതാണ്. പലപ്പോഴും സംഭവിക്കുന്ന കാര്യം, പല ആൾക്കാരും ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഫാമിലി, ആരോഗ്യം, ഹെൽത്ത് അല്ലെങ്കിൽ ജോബ് കാര്യങ്ങൾ മാറ്റിവെക്കും. ഒരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടില്ല. എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഫാമിലി അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ മാറ്റിവെക്കും. അത് നിങ്ങൾ ചെയ്യാൻ പാടില്ല. അത് വളരെയധികം സൂക്ഷിക്കേണ്ട കാര്യമാണ്. എല്ലാം നിങ്ങൾക്ക് വേണം, പക്ഷേ അതിൻ്റേതായ പ്രയോറിറ്റി വെച്ചിട്ട് വേണം കൊടുക്കാൻ. പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഈ ഒരു ഇത് കാരണം ഫാമിലിയിൽ ഉണ്ടാക്കുന്ന പല ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് നിങ്ങൾ മാക്സിമം കൂടിയിട്ടുണ്ടാകുന്ന പല ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ നിങ്ങളെ വലിയ രീതിയിൽ ബാധിക്കും. അപ്പോൾ നിങ്ങൾ അൺലിമിറ്റഡായ ഹാപ്പിനെസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കേണ്ടത് ഞാൻ ഫസ്റ്റ് പറഞ്ഞ കാറ്റഗറി ഉണ്ടല്ലോ, അതാണ് നിങ്ങളുടെ ഹാപ്പിനെസ്സിൻ്റെ ഉറവിടം എന്ന് പറയുന്നത്. നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ മാനസികാരോഗ്യം, മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് ഫാമിലി, ഇതാണ് നിങ്ങളുടെ സന്തോഷത്തിൻ്റെ ഉറവിടം. അപ്പോൾ അതിനെ ബാലൻസ് ചെയ്യാനുള്ള കാര്യമാണിത് ജോബ്, നിങ്ങളുടെ ബിസിനസ് എല്ലാം. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പം ഈ പറഞ്ഞ രീതിയിൽ ചിട്ടയോടെ എല്ലാത്തിനും സമയം കൊടുക്കുകയാണെങ്കിൽ വളരെ രസകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റും. എല്ലാം ഒരുപോലെ നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനും പറ്റും. അപ്പോൾ ഇങ്ങനെ കൊണ്ടുപോയാലാണ് ലൈഫിനെ നമുക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുക. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് കാര്യങ്ങളെല്ലാം വിട്ടുപോകും. അപ്പോൾ അതുകൊണ്ട് ഇന്ന് മുതൽ അച്ചടക്കത്തോടു കൂടെ ജീവിതത്തിനെ കാണുക.